السلام عليكم ورحمة الله وبركاته. الحمد لله الذي اختار شهر رمضان لإنزال القرآن الكريم هدى ورحمة للعالمين، وهو الذي أنعم علينا بجعل هذا الشهر المبارك 30 يوما ليفتح لنا أبواب الخير كلها ويباعدنا عن النار ويدعوننا إلى أبواب الجنة، وهو الذي وعد الصائمين الذين يستعلفون في هذا الشهر باب ريان ليدخلوا منه الجنة، وهو الذي يمحو الذنوب كلها لمن تاب بقلب خاشع وشكى إليه همومه وأحزانه فيبدل سيئاتهم حسنات، وهو الذي أحيانا حتى أدركنا هذا الشهر الذي وقع فيه يوم بدر أي يوم الفرقان. اللهم صل وسل دائما على النبي أمي ورحمة للعالمين مبشرا ونذيرا وداعيا إلى الله بإذنه وهو سراجا منيرا، وعلى أزواجه الطيبات أمهات المؤمنين وعلى أصحابه الذين شرفوا برؤيته وصحبته وعلى من تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിൽ 5ാമത്തെ വെള്ളിയായി ഒരു ദിനം കൂടി നമുക്ക് തന്ന അല്ലാഹു തആല നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. നാളെ മരണാനന്തരം പരലോകത്തെത്തി റമദാനിനെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തു പറയുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ അനുഭവിക്കേണ്ടി വരും. ആ മരണത്തിനപ്പുറം പിന്നെ അല്ലാഹു നിശ്ചയിച്ച സമയം കഴിഞ്ഞാൽ ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും, നമ്മുടെ ജീവിതത്തിന്റെ ഹിസാബിനായി നമ്മൾ നമ്മുടെ റബ്ബിലേക്ക് ചൊല്ലും. അതുകൊണ്ട് മരണത്തോടെ തീരുകയല്ല, പകരം യഥാർത്ഥ ജീവിതം മരണത്തോടെ തുടങ്ങുകയാണ്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി, എന്റെ യഥാർത്ഥ ജീവിതത്തിനായി ഞാൻ വല്ലതും മുൻകൂട്ടി ചെയ്തിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആലോചിക്കും എന്നാണ്. അതുകൊണ്ട് മരണത്തോടെ ജീവിതം തീരുകയല്ല, മരണത്തോടെ ജീവിതം തുടങ്ങുകയാണ്. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഫമൻ സുഹ്സിഅ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രവിശാലമായ സ്വർഗത്തിലേക്ക് ആരാണോ പോകുന്നത്, ഫഖദ് ഫാസ്, അതാണ് യഥാർത്ഥത്തിലുള്ള വിജയം. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഉറൂർ, ഐഹിക ജീവിതം നമ്മെ വഞ്ചിപ്പിച്ചു കളയുമെന്നാണ്. നോമ്പുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മൾ ഉണ്ടാവുമോ? അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുവത്താ യുദ്ധത്തിന്റെ തലേ ദിവസം സഹാബത്തിനോട് പറഞ്ഞു, നാളെ യുദ്ധത്തിൽ പതാക പിടിക്കേണ്ടത് സെയ്ദാണ്. സെയ്ദ് മരിച്ചാൽ ജഅഫർ ഏറ്റെടുക്കണം. ജഅഫർ മരിച്ചാൽ അബ്ദുല്ലാഹിബ്നു റവാഹ ആ പതാക ഏറ്റെടുക്കണം. അബ്ദുല്ലാഹിബ്നു റവാഹയും മരിച്ചാൽ മറ്റൊരാൾക്ക് നിങ്ങളിൽ നിന്ന് ആ പതാക ഏറ്റെടുക്കാമെന്നാണ്. നാലാമത്തെ ആളെ പറഞ്ഞില്ല. മൂന്നാൾ മരിക്കുമെന്ന
സൂചനകൾ നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു റവാഹ വീട്ടിലെത്തി വിവരങ്ങൾ പറഞ്ഞ് കരയുന്ന അദ്ദേഹത്തെ ഭാര്യ സമാധാനിപ്പിക്കുന്നുണ്ട്. യുദ്ധത്തിന് പോയി മരിക്കുമെന്ന് വാർത്തയാണ് കേൾക്കാനിരിക്കുന്നത്. അതും ആരാണ് പറയുന്നത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കരയുന്ന തന്റെ ഭർത്താവിനെ ഭാര്യ ആശ്വസിപ്പിച്ച് ചോദിക്കുന്നുണ്ട്, മരണത്തെക്കുറിച്ച് പേടിയുണ്ടോ എന്ന്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ നാളെ യുദ്ധത്തിൽ രക്തസാക്ഷിയാകുമെന്ന് പറയുന്ന മനുഷ്യന്റെ ബേജാർ എന്തറിയോ? അദ്ദേഹം തന്റെ പ്രിയതമക്ക് ഒരായത്ത് ഓതിക്കൊടുത്തു. സൂറത്തു മറിയമിലെ ആയത്താണത്. അതിലെ 71-ാമത്തെയും 72-ാമത്തെയും ആയത്താണത്. ആയത്ത് ഇങ്ങനെയാണ്: വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയാ സുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയാ. ഈ ആയത്ത് ഓർത്തിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹക്ക് നാളെ മരിക്കും, രക്തസാക്ഷിയാകുമെന്നറിഞ്ഞിട്ടുള്ള സങ്കടം. ഈ ആയത്ത് നമ്മളൊരു ഓതിയില്ലേ? എനിക്ക് ബേജാറുണ്ടായോ? വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, ആ നരകത്തിന്റെ മുമ്പിൽ എത്താത്തവരായി നിങ്ങളിൽ ആരും തന്നെയില്ല. ഞാൻ നിങ്ങളെ കൊടുത്തും നരകത്തിന്റെ മുമ്പിലെത്തും. ആ നരകത്തിന്റെ മുമ്പിലെത്തുന്നത് എന്താ പറയാ? കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയ, പടച്ചോൻ തീരുമാനിച്ചതാണ്, ആർക്കും രക്ഷപ്പെടാൻ പറ്റൂല. പിന്നെ ആരെയൊന്ന് രക്ഷപ്പെട്ടുള്ളൂ അറിയോ? തുമ്മ നുനജ്ജിൽ ലദീന തഖൗ, തെക്ക് വല്ലോല് രക്ഷപ്പെടും. നോമ്പ് എന്തിനാ തന്നതല്ല? ലഅല്ലക്കും തത്തഖൂൻ. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിക്കണമെന്ന് ആലോചിച്ച് നോക്കി. ഈ റമദാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് ഉണ്ടായതിനേക്കാൾ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ? എന്തെങ്കിലും ഒന്ന് വേണ്ടെന്ന് വെക്കാനോ എന്തെങ്കിലും ഒരു പുതിയ നന്മ തുടങ്ങാനോ പറ്റിയിട്ടുണ്ടെങ്കിൽ തെക്കുവ ഉണ്ടായിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ എന്തുള്ള നിങ്ങൾക്ക് റമദാനിന്റെ ഒരു ആരവത്തിൽ ഇങ്ങനെ പോയി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആരെ രക്ഷപ്പെടുള്ളൂ? തുമ്മ നുനജ്ജിൽ ലദീന തഖൗ വനദറുൽ ളാലിമീന ഫീഹാ ജിസിയാ. ളാലിമീങ്ങൾ ആ നരകത്തിൽ കടക്കുന്നതാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. മഹാനായ അബൂ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ്. അദ്ദേഹം മരിക്കാൻ കിടക്കുകയാണ്. അദ്ദേഹം കരഞ്ഞപ്പോ ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, മായുബ്കി, അബൂ ഹുറൈറ നിങ്ങൾ കരയേ? നിങ്ങൾ എന്തിനാ കരയണത്? അപ്പൊ അദ്ദേഹം പറഞ്ഞോ, അമ ഇന്നീല അബ്കി അലാ ദുനിയാകും ഹാദിഹി, ഈ ദുനിയാവ് ആലോചിച്ചിട്ടല്ല ഞാൻ കരയണം, എനിക്ക് ഇവിടുന്ന് പോണതിനെ പറ്റി ആലോചിച്ചിട്ടല്ല. പക്ഷെ പകരം എന്താ പറയോ, വലാകിൻ അബ്കി അലാ ബുഅദി സഫരി വഖില്ലതി സാദി, എനിക്ക് സുദീർഘമായൊരു യാത്ര പോകാനുണ്ട്. വഖില്ലതി സാദി, എന്റെ അടുക്കല് വിഭവങ്ങളൊന്നുമില്ല. നമ്മൾ പോകുമ്പോ നമ്മളെ വണ്ടിയിൽ പെട്രോൾ ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? തൊട്ടടുത്ത പമ്പ് എവിടെയാന്ന് ലൊക്കേഷൻ ഇട്ടോക്കൂലേ? അവിടെ എത്തൂലേ എന്നുള്ളൊരു ബേജാറുണ്ടാവൂലേ? ചെല്ലുമ്പോ അവിടെ തുറന്നിട്ടുണ്ടാവൂലേ എന്നുള്ള ബേജാറുണ്ടാവില്ലേ? ഫോൺ ഇപ്പൊ ഓഫായി എന്താ ചെയ്യാന്നില്ലേ? അതാണ് വഖില്ലതു സാദി, എനിക്ക് കൊണ്ടുപോകാനുള്ള വിഭവങ്ങൾ എന്തില്ല, ഇല്ല എന്നതാണ്. നമ്മുടെ യാത്രയെക്കുറിച്ച് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഈ റമളാനിൽ ഉണ്ടാക്കിയിരിക്കണം. സഫരേ ബഈദൻ വസാദി ലൻ യുബല്ലിഉനി വഖുവതി ളഅഫത് വൽ മൗതു യത്ലുബുനി വലിയ ബഖായാ ദുനൂബിൽ ലസ്തു അഅലമുഹാ. എനിക്ക് സുദീർഘമായൊരു യാത്ര പോകാനുണ്ട്, കൊണ്ടുപോവാൻ ഒന്നുമില്ല. എന്റെ ശരീരം ഇങ്ങനെ ക്ഷീണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദിവസം കഴിയുന്തോറും ശരീരം ബാക്കിലേക്ക് ഇങ്ങനെ പോവുകയാണ്. വൽ മൗതു യത്ലുബുനി, ഖബറിലേക്ക് ഞാൻ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ അറിയാത്ത എത്രയോ പാപങ്ങൾ ശ്രദ്ധയില്ലാതെ ഞാൻ ഇങ്ങനെ ചെയ്തു. ഇവിടുന്ന് ചെയ്ത തൗബ ഇത് നന്നാവാം. മഹാനായ അതാഉ സലമി അതൊരു പുതപ്പുണ്ടാക്കി. ഒരു പുതപ്പ് കച്ചവടക്കാരനാണ്. അപ്പൊ നല്ല അടിപൊളി പുതപ്പ് ദിവസങ്ങളോളം എടുത്തിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാൾക്ക് കൊണ്ടേ കൊടുത്തു. കുറെ ദിവസം എടുത്ത് അധ്വാനിച്ചതാണ്. അപ്പൊ ആ പുതപ്പ് വേണമെന്ന് പറഞ്ഞ ആള് പറഞ്ഞു, അതാഉ സലമിയോട് പറഞ്ഞു, ഇതരെ ക്ലിയർ ഇല്ലല്ലോ, ഞാൻ വിചാരിച്ച അങ്ങനെ ആയിട്ടില്ല പറഞ്ഞു. ഇതിന് കേട്ടപ്പോ അതാഉ സലമി പൊട്ടിയെടുത്ത് കരഞ്ഞു എന്നാണ്. അപ്പൊ അയാൾ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ എടുത്തോളാം, ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ എന്നാണ്. അപ്പൊ അതാഉ സലമി പറഞ്ഞോ, പുതപ്പ് എനിക്ക് ഇനിയും എന്താ ചെയ്യാ, നിങ്ങൾ പറയുന്നത് ഒന്ന് നന്നാക്കി വൃത്തിയാക്കി കൊണ്ടുവരാൻ പറ്റും. നാളെ പരലോകത്ത് ചെന്നിട്ട് റബ്ബ് അതാഉ സലമി എന്നോട് പറയാണ്, അതായെ പോരല്ലടാ എന്ന് പറഞ്ഞാൽ എനിക്കെന്താ ചെയ്യാൻ പറ്റുക? തിരിച്ചു വരാൻ പറ്റുമോ? അതാലോചിച്ചിട്ടാണ്. പുതപ്പ് പിന്നെ റെഡിയാക്കാം, പക്ഷെ നാളെ പരലോകത്തെത്തുന്നത് ആലോചിച്ചിട്ടാണ് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ ജീവിതത്തിൽ ഓർമ്മല്ലാത്ത ഒരുപാട് പാവങ്ങൾ വെറുതെ ഇങ്ങനെ മനസ്സിരുത്തി ആലോചിച്ച് നോക്കി.
കുറേ സമയങ്ങളോ മുമ്പൊക്കെ ചെയ്തിങ്ങനെ വരും. അതാണ് നമ്മൾക്ക് ഓർമ്മല്ലത് ഇല്ലാത്തതൊക്കെ. പക്ഷെ ആർക്ക് ഓർമ്മ അറിയോ? അല്ലാഹു യഅലമുഹാ ഫിസ്സിർരി വൽ അലനി, എന്റെ രഹസ്യവും പരസ്യവും എല്ലാം എന്റെ റബ്ബിനറിയുമായിരുന്നു. മാ അലമല്ലാഹു അന്നി ഐസു അംലഹനി വഖദ് തമാദൈതു ഫീ ദംബി വയസ്തുറുനി. അതൊക്കെ ഇങ്ങനെ മറച്ചേക്കാണ്. നമ്മളെ തന്നെ മറപ്പിച്ചില്ല അല്ലാഹ്. നമ്മൾ ചെയ്ത തോന്നിവാസങ്ങൾ നമ്മളെ മറപ്പിച്ചു. പിന്നെ എപ്പോഴെങ്കിലും ഓർമ്മ, അങ്ങനെ ഇല്ലെങ്കിൽ എപ്പോഴും ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് കുത്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റും നമുക്ക് സങ്കടം കൊണ്ട്. പക്ഷെ അല്ലാഹ് നമ്മൾക്ക് എന്നെ മറപ്പിച്ചു തന്നു. പക്ഷേ എന്നിട്ട് നമുക്കൊരു സങ്കടം ഉണ്ടോ? തമറു സആതി അയ്യാമിൻ ബിലാ നദമിൻ വലാ ബുഖാഇൻ വലാ ഖൗഫിൻ വലാ ഹസൻ. ഒരു ദുഃഖമോ സങ്കടമോ ഒരു കരച്ചിലോ പാപങ്ങളെ കുറിച്ച് ഓർത്തിട്ടുണ്ടായിക്കണോ? ഈ ഒരു റമളാനില് ഒരു എത്ര ഒറ്റ കണ്ണീര് നമ്മൾ ഉറ്റിയിട്ടുണ്ടെന്ന് ആലോചിച്ചു. എന്തിനെ കുറിച്ച് ആലോചിച്ചിട്ടറിയോ? നമ്മളെ പാപങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട്, തിന്മകളെ കുറിച്ച് അള്ളാഹു എങ്ങാനും അത് വിട്ടിട്ടുണ്ടാവൂലേ എന്ന് പേടിച്ചിട്ട്, അങ്ങനെ പേടിച്ചിട്ട് കണ്ണിന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും അറിയോ? നാളെ പരലോകത്ത് നിന്ന് വിളിച്ചു പറയും, ഭൂമു വരി, എല്ലാം അല്ലാഹ് എന്തിട്ട് പുറത്തു വന്നിട്ടുണ്ട്. കത് ബുദ്ധിലത്ത് സയ്യിആതികും ഹസന, നിങ്ങളെ തിന്മകളൊക്കെ മായ്ച്ച് നിങ്ങളെ നന്മകളാക്കിയിട്ടുണ്ട്. നമ്മൾ ചെയ്ത തിന്മകളൊക്കെ മായ്ച്ചിട്ട് എന്ത് ചെയ്യും? പകരം നന്മയാക്കി തരും. ആ പറഞ്ഞതിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്തറിയോ? നമ്മൾ കുറെ ആളുകള് മരിച്ചോടത്ത് പോയി നോക്കിയും അവരെ വാർത്തകള് കണ്ടും അതിന് സ്റ്റിക്കർ ഇട്ടും ഒക്കെ നമ്മൾ പോന്നു. അവര് നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവർക്കും പേടിയുള്ള ആൾക്കാരെ കണ്ടാവില്ലേ? പേടിയായിരിക്കും അവർ വീട്ടിലേക്ക് വരുന്നതും അവരെ കാണുന്ന ബാക്കിയുള്ളവർക്ക് പേടിയുള്ള ആൾക്കാരുണ്ടാകും. ആ പേടിയുള്ള ആളൊക്കെ ഉണ്ടല്ലോ, നേരെ നിശ്ചലനായി ഇങ്ങനെ കിടക്കും. അയാളെ പേടിച്ച ആൾക്കാര് അയാളെ വീട്ടിലൂടെ ഇങ്ങനെ സമാധാനത്തിലുള്ള, അയാളെ പേടിക്കാതെ നടക്കും. അങ്ങനെ നടക്കുന്ന ഒരു നാൾ നമുക്കും വരാനുണ്ട്. നമ്മൾ നിശ്ചലരായി കിടക്കുന്ന നാൾ. അലൽ ഫിറാശി വഅയ്ദീഇൻ തുഖല്ലിബുനി വഖദ് തജമ്മഅ ഔലി മൻ യനൂഹു വമൻ യബ്ഖി അലയ്യ വയൻആനി വയൻദുബുനി വഖദ് തൗബി തബീബിൻ കയ്യുആലിജനി. നമ്മൾ മരിച്ചോ ഇല്ലെന്ന് കൺഫേം ആക്കാൻ വേണ്ടി ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഓടുന്ന ഒരു ഘട്ടം വരും. സുഹൃത്തുക്കളെ, എന്തായാലും നിശ്ചലരായി കിടക്കും. നമ്മൾ ഒന്നിനും പറ്റാതെ ഉണ്ടല്ലോ, ഒരു തിരക്കില്ലാതെ കിടക്കും. ആ തിരക്കില്ലാതെ കിടക്കുമ്പോ പിന്നെ നമ്മളെ അമല ഉണ്ടാവുക. അവിടെ എത്തുമ്പോഴേ ഈ റമളാൻ ഇന്നത്തെ അസറങ്ങളായിട്ട് കൂട്ടിക്കോളി, അല്ലെങ്കിൽ അസറോട് കുറച്ചോളി, എന്നാലും വേണ്ടില്ല. ദോഹറും അസറോട് കുറച്ചോളി, മഗ്‌രിബ് അടക്കെടുത്തോളി. 350 വക്ത്, 330 ദിവസം 5 വക്ത് അടക്കം 150 വക്ത് ജമാഅത്ത് കിട്ടും. റമളാന്റെ മാസം കണ്ട അന്ന് മുതൽ മഗ്‌രിബ് മുതലേ നമുക്ക് 150 വക്ത് ജമാഅത്ത് കിട്ടും. ഇന്നത്തെ അസർ വരെ എത്ര ജമാഅത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്? വെറുതെ ഒന്ന് കൂട്ടിക്ക്. മിസ്സായത് പറയാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ച് നോക്കി. മിനിഞ്ഞാന്ന് അവിടെ നിന്ന് മിസ്സായി, അവിടെ പോയപ്പോ ഞാൻ അവിടെ എത്തിയപ്പോ ഞാൻ ബ്ലോക്കിൽ പൊട്ടു, ഇങ്ങനെ പറയാൻ പറ്റുണ്ടോ? അതല്ല, 1-2 കയ്യിൽ എണ്ണാൻ കിട്ടുന്നുണ്ടോ? അതുമല്ല, 150 കിട്ടിയെന്ന് പറയാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ടോ? നമുക്കല്ല തന്ന അവസരമായിരുന്നു റമളാൻ. ആ റമളാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയോന്നാ. എന്തായാലും സുഹൃത്തുക്കളെ, മരണത്തെ നമുക്ക് തോൽപ്പിക്കാനോ ഒഴിഞ്ഞു മാറാനോ ഒന്നും പറ്റൂലാ. സക്രാത്തുൽ മൗത്ത് നിങ്ങളിലേക്ക് വരും. രക്ഷപ്പെടാനായി നമുക്കൊരു മാർഗവുമില്ല. മരിച്ച ആൾക്കാർ നമ്മൾ പറയുന്നു, സക്രാത്തുൽ മൗത്ത് വന്നപ്പോ ഞാൻ രക്ഷപ്പെടാൻ പരമാവധി ശ്രമിച്ചു നോക്കി. നീയും ശ്രമിക്കും, പക്ഷെ ഒരു രക്ഷയും ഇല്ല. എവിടെങ്കിലും പോയോക്കിയാലോ, കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകളിൽ പോയാലും മരണം നിങ്ങളെ തേടി വരും. രക്ഷപ്പെടാൻ വേണ്ടി ചില ആളുകൾ ശ്രമിച്ചു, അവരെന്ത് ചെയ്തു പറയും? ആ മരണത്തിൽ കീയൊതുങ്ങി എന്നാണ്. സുഹൃത്തുക്കളെ, ഈ ഒരു റമളാനിൽ നമുക്ക് ഈ ഒരു നന്മകൾ നമുക്ക് പകരമായി വരുന്നു. നോക്കി നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖറഅ ആയത്തുൽ ഖുർസി ദുബറ കുല്ല സ്വലാത്തിൻ മക്തൂബ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലൽ മൗത്ത്.
ആയത്തുൽ കുർസി എല്ലാ നിസ്കാരത്തിനും ശേഷം ഓതിയാൽ സ്വർഗത്തേക്ക് പോകാൻ തടസ്സം മരണമല്ലാത്തൊന്നും മരിച്ച പിന്നീട് പോകാന്നാണ്. എത്ര വക്ത നിസ്കാരത്തിന് ശേഷം നമ്മൾ ആയത്തുൽ കുർസി ഓതി എന്നാലോചിച്ച് നോക്കി. സലാം വീട്ടിയ സുബ്ഹാനല്ലാഹ് ചെല്ലി കഴിഞ്ഞാൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം ചെല്ലാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടാവും? എത്ര വക്ത നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ച് ഒന്നും വേണ്ട. ഇന്ന് സുബൈക്ക് കിട്ടിയോന്ന് ആലോചിച്ച് നോക്കി. ഇന്നത്തെ സുബൈക്ക് ചെല്ലിയോന്ന് ആലോചിച്ച് നോക്കി. നമുക്കിത് അറിയായിട്ടല്ലല്ലോ, പക്ഷെ നമുക്ക് ചെയ്യാൻ എന്ത് ചെയ്യണില്ല, പറ്റണില്ല എന്ന്. എന്തായാലും നമ്മൾ മരിക്കുമ്പോഴേ നമ്മളൊരാൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റൂല. നമ്മളാകെ കൂടെ ഉണ്ടാവുക നമ്മുടെ അമലുകൾ മാത്രമാണ്. നമ്മൾ അവരെ കൺമുന്നിന്നാണ് നമ്മൾ പോവുക, നമ്മളെ പ്രിയപ്പെട്ടവരുടെ കൺമുന്നിന്ന് പോകും. ഫലൗലാ ഇദാ ബലഅത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻളുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ. പ്രാണൻ തൊണ്ടക്കുയിലെത്തുമ്പോൾ തൊട്ടടുത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. വെള്ളം വേണോ എന്ന് ചോദിക്കുന്നുണ്ടാവും, നെഞ്ഞത്ത് ഇങ്ങനെ തടവി തരുന്നുണ്ടാകും, ഫാനിൽ കാറ്റുണ്ടാക്കുന്നുണ്ടാവും, വീശി തരുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാകും, കാലൊക്കെ നൊയിഞ്ഞൊക്കെ തരുന്നുണ്ടാകും. അല്ല പറയണേ, അവരൊന്നും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. എന്നെ എന്റെ മലക്കാളെ നിങ്ങൾ ഇങ്ങനെ കാണും. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ആ മരണത്തിന് മുന്നിൽ നിൽക്കുന്നവരെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരൂ. ഒരുപാട് ആൾക്കാരെ ജീവിതത്തിലേക്ക് തിരിച്ചുണ്ടെന്ന ഡോക്ടറെ നിശ്ചലനായി കിടക്കും. ആ നിശ്ചലനായി നമ്മൾ കിടക്കുമ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ രക്ഷപ്പെടുത്താൻ നമ്മളെ നിസ്കാരത്തിന് ചില തസ്ബീഹുകൾ വരുമെന്നാ. 150 വക്ത് നേരത്തെ നിസ്കാരത്തിൽ റസൂലുള്ളാഹി മൻ സബ്ബഹ ലില്ലാഹി ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ 33 സുബ്ഹാനല്ലാഹുകൾ വഅമിദല്ലാഹ 33 33 അൽഹംദുലില്ലകൾ 33 അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അങ്ങനെ ഒരു സഞ്ചര എടുത്തയച്ചാൽ എന്താ കിട്ടുക നിങ്ങൾക്ക്? അയാൾ അങ്ങനെ പറഞ്ഞാൽ കടലിലെ നുരയോളം ഉണ്ടെങ്കിലും ക്ലീൻ. എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക്? 150 വട്ട് സമയത്ത് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബർ ഒക്കെ 100 തവണയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15000 ഉണ്ടാകും. ഓരോ നന്മക്കും 10 ആണ് ഉണ്ടാവുക. സുബ്ഹാനല്ലാഹ് എത്ര തുടങ്ങുക? 10. അൽഹംദുലില്ലാഹ് എത്ര തുടങ്ങുക? 10. അങ്ങനെയാണെങ്കിൽ ഈ റമളാനിൽ മാത്രമേ എത്ര കൂലി കിട്ടണം? കിട്ടിയിട്ടുണ്ടാവോ? ഒരു ചെറിയ ശ്രദ്ധ കിട്ടുമായിരുന്നു. ഇനിയിപ്പോ പോയത് കിട്ടൂലല്ലോ. ഒരു ചെറിയ ശ്രദ്ധ ഉണ്ടായാൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ മരണം ദുനിയാവിൽ നമ്മുടേത് എന്ന് പറയുന്നതിനോട് എല്ലാത്തിനോടുള്ള വേർപാടാണ്. നമ്മൾക്ക് എന്താ ഇതിനൊക്കെ തടസ്സായത്? നമ്മുടെ എന്റെ ജോബ്, എന്റെ വീട്, എന്റെ കുടുംബം, ഇതല്ലേ തടസ്സായത് ഇതൊക്കെ ചെയ്യാന്? എന്നാൽ സകല ബന്ധം തയ്യാറിയോ കേട്ടോ. ഒരാളൊരു ജയിലിൽ കുടുങ്ങിയാലേ കുറച്ച് ദിവസം കഴിയുമ്പോഴെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ട്. ഏറ്റവും ചുരുങ്ങി ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും വിളിക്കാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. മരണത്തോടു കൂടി സകല ബന്ധങ്ങളും അവസാനിക്കും. ഒരു ബന്ധങ്ങൾക്കും ആ പ്രാണൻ തൊണ്ടക്കുയിലെത്തിയാൽ അത് വേർപാടാണെന്ന് മനുഷ്യനെന്ത് ചെയ്യും? അത് മനസ്സിലാകും. പിന്നെ ദുനിയാവായിട്ടുള്ള ഒരു കണക്ഷനും ഇല്ല. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ നിന്ന് പോയ ഒരാൾ ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ. ചിലതൊക്കെ അത്ഭുതമായിട്ട് പറയില്ലേ, ഇത്ര വാർത്തകൾ കാണും, ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് നാട് വിട്ടുപോയാള് തിരിച്ചു വന്നു എന്നൊക്കെ. ഇവിടുന്ന് മരിച്ചുപോയ ആരെങ്കിലും തിരിച്ചു വന്നു? ഇനി വേണ്ട, ഒരു ഫോൺ കോൾ ചെയ്തോ, ഒരു മെസ്സേജ് കിട്ടിയ ആൾക്കാർക്കേലും കിട്ടുക. ദുനിയാവായിട്ട് ഇനി ഒരു കണക്ഷനും ഇല്ല. അവിടെ കണക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്തേ ഉള്ളൂ? പകരം പിന്നെന്തേ ഉള്ളൂ? അവിടെ ഉണ്ടാവുക നമ്മുടെ അമലുകളായിട്ടുള്ള കണക്ഷനാണ് ഉണ്ടാവുക. നോക്കി നിങ്ങള്, നമ്മുടെ അമലുകളിൽ റസൂലുള്ളാഹി സിമ്പിളായി പറഞ്ഞു, മാമിൻ അബ്ദിൻ മുസ്ലിം, ഒരു മുസ്ലിമായ അടിമ, യുസല്ലി ലില്ലാഹി കുല്ല യൗമിൻ 12 റക്അഅ, 12 റക്അഅത്ത് റവാത്തിബ് സുന്നത്തുകൾ അയാൾ നിസ്കരിക്കുന്നു ഒരു ദിവസം. അപ്പൊ എത്ര ഉണ്ടാവും? 30 × 12 റക്അഅത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചാൽ 360 റക്അഅത്ത് ഫർളല്ലാതെ റവാത്തിബ് സുന്നത്ത് മാത്രം നിസ്കരിക്കാൻ പറ്റും. എനിക്കെത്ര കിട്ടിയെന്നാണ്?
എനിക്കെത്ര കിട്ടിയെന്നാണ്. എങ്കിൽ അവൻ എന്താ ഉണ്ടാവുക? അങ്ങനെ ഒരാൾ നിസ്കരിച്ച് എന്താ കിട്ടുക? അയാൾക്ക് അല്ലാഹു തആല ഫർളല്ലാത്ത റവാത്തിബ് നിസ്കരിച്ചാൽ ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു അയാൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കും. ഡെയിലി 12 റക്അത്ത് നിസ്കരിച്ച റമളാനിൽ പ്രത്യേകിച്ച് ശ്രദ്ധ വേണ്ടിയിരുന്നു. പക്ഷെ ആ ശ്രദ്ധയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയോ എന്നാണ്. പക്ഷെ നമുക്ക് സമയമല്ല, നേരല്ല. നമ്മളെന്നും എന്ത് ചെയ്യണം? ഓടുകയാണ്. നമ്മളിവിടുന്ന് നേടിയതൊന്നും മുമ്പ് പോയ ആൾക്കാർക്കൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ നമ്മളായിട്ട് വിചാരിച്ചാൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇവിടുന്ന് പോയാലും ആരും കൊണ്ടുപോയിട്ടില്ലല്ലോ. ഞാനും നിങ്ങളും കൊണ്ടുപോകില്ല. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറ വതറക്തും മാ ഖവ്വൽനാകും വറാഅ ളുഹൂരികും. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ, നിങ്ങൾ എന്നിലേക്ക് ഒറ്റക്കായി വരുന്നതാണ്. കമാ ഖലഖനാകും അവ്വല മർറ, നിങ്ങൾ ആദ്യ പ്രാവശ്യം ഭൂമിയിലേക്ക് വന്നതുപോലെ. വതറക്തും മാ ഖവ്വൽനാകും വറാഅ ളുഹൂരികും, നിങ്ങൾ ഇവിടെ നിന്ന് നേടിയതെല്ലാം നിങ്ങളുടെ പിൻഗാമികൾക്ക് ബാക്കിയാക്കി നിങ്ങൾ പോകുന്നതാണ്. ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല. എങ്കിൽ സുഹൃത്തുക്കളെ, റമദാനിൽ രാവിലെയും വൈകുന്നേരമുള്ള ദിക്റേ 30 ദിവസം ചെല്ലാൻ കിട്ടി. വൈകുന്നേരത്തോടെ കട്ടെ 29 ഇട്ടുള്ളൂ. രാവിലത്തെ 30 ദിവസം എന്തായാലും കിട്ടിയല്ലോ. എത്ര ദിവസം? ഏറ്റവും ചുരുങ്ങിയ സമയം. ഫുള്ളൊന്നും വേണ്ട. കിട്ടിയോന്ന് ആലോചിച്ച് നോക്കി. അതോ വേറെ തിരക്കിലേക്ക് പോയോന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്തായാലും പോകണം. എപ്പോഴാ എവിടെ വെച്ചാന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനെ പോയ കുറെ ആൾക്കാരുടെ അല്ലാഹു പറഞ്ഞോ, വമാ തദരീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദരീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. എവിടെ എപ്പോ എങ്ങനെയൊന്നും അറിയില്ല. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ് വദ്കുർ റബ്ബക ഇദാ നസീത്. ഇൻഷാല്ലാഹ് പറയാതെ ഒന്നും പറയണ്ട. നിന്റെ അടുക്കൽ ഒന്നുമില്ല എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ റമളാനിലായിരുന്നു എല്ലാ പ്രശ്നങ്ങളും പടച്ചവനോട് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല നേരം. അല്ലാഹ് നമ്മളെ പരിഗണിക്കണമായിരുന്നു. എങ്ങനെ പരിഗണിക്കുക? പ്രാർത്ഥന കൊണ്ട്. എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ? എത്ര സമയം പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഇവിടെ 30 ദിവസം 24 മണിക്കൂർ വെച്ച് കിട്ടിയിൽ അതിലെത്ര സമയം നമ്മളെ പ്രശ്നം പടച്ചവനോട് പറയാൻ പറ്റി? ഖുൽ മാ യഅബഉ ബികും റബ്ബീ ലൗലാ ദുആഉകും ഫഖദ് കദ്ദബതും ഫസൗഫ യകൂനു ലിസാമാ. നിങ്ങളെ പ്രാർത്ഥന അല്ലെങ്കിൽ പടച്ചവൻ നിങ്ങൾ ആരും വേണ്ട, പ്രാർത്ഥിക്കലാണ്. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നോ? പക്ഷെ എന്തുകൊണ്ട് അറിയാം, നമ്മളൊന്നും പോവാനായിട്ടില്ല എന്നാണ് നമുക്ക് തോന്നിയത്. കുറച്ചും കൂടി ആവുക, എന്തായാലും ആയിട്ടില്ലല്ലോ, ഇനിയും ഉണ്ടാകും. ഈ പോക്ക് ഇവിടെ ഒന്നും ഇപ്പോഴൊന്നും ബ്രേക്ക് ആവൂല, ഇനിങ്ങനെ പോകും എന്നൊക്കെ ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത്. പക്ഷെ അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കണ്ട. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة. ദൃശ്യവും അദൃശ്യവും അറിയുന്ന റബ്ബിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ്. ആ മടക്കപ്പെടുന്ന ദിനത്തിനു മുമ്പ് എന്തു നമുക്ക് ചെയ്യാൻ പറ്റി? എത്ര റുപ്യ കൊടുക്കാൻ പറ്റി? കൂട്ടിയാ കിട്ടും. വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബൽ. മനുഷ്യരെ നിങ്ങൾ കൊടുത്തോളൂ. എന്തിൽ നിന്നാണ് കൊടുക്കേണ്ടത്? മിമ്മാ റസഖനാകും. ഞാൻ നിങ്ങൾക്ക്, നിങ്ങൾ ആരും ഉണ്ടാക്കിയല്ല, ഞാൻ ഉണ്ടാക്കിയല്ല. പിന്നെ ആര് തന്നാണ്? പടച്ചോൻ തന്നാണ്. പടച്ചോൻ തന്നെ തന്നെയാണ്. അതുകൊണ്ടല്ലേ നമുക്ക് കിട്ടിയത്. മറ്റയാൾക്ക് കിട്ടാത്തത് അതുകൊണ്ടല്ലേ? എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ. അല്ല, നമ്മൾക്ക് തന്നത് അള്ളയാണ്. മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. മരണം വരുന്നതിന് മുമ്പാണത്. ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. പടച്ച റബ്ബേ, ഒരു നിശ്ചിത സമയത്തേക്ക്, കുറെയൊന്നും വേണ്ട, അജലിൻ ഖരീബ്, ഒരു ചെറിയ സമയത്തേക്ക് നീ എന്നെ മടക്കി തന്നാൽ ഫഅസ്വദ്ദഖ, ഞാൻ സ്വദഖ കൊടുത്തോളാം. വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ടോളാം. ഇനി അടുത്ത കൊല്ലത്തിലെ വെള്ളിയാഴ്ച പള്ളിയിൽ, അടുത്ത കൊല്ലത്തെ വെള്ളിയാഴ്ച ജുമക്ക് പ്രത്യേകിച്ച് അത് കൊടുക്കാൻ ഉണ്ടാകും. ഞാനും നിങ്ങളൊന്നും പറയാൻ പറ്റൂലേ. അപ്പോഴാണ് മനുഷ്യൻ പറഞ്ഞേ, ഞാൻ കൊടുത്തോളാം റബ്ബേ എന്ന് പറയണത്. നമ്മളെപ്പോലെ ഈ മടക്കത്തിൽ ഒരു ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടാണ് പോയ ആൾക്കാരൊക്കെ പോയത്. പോയപ്പോൾ ചില ആളുകളുടെ ഭാര്യമാർ ഗർഭിണികളായിരുന്നു.
അവർ ജനിച്ചു, അവർ പ്രസവിച്ചപ്പോൾ അവരുടെ കുട്ടികൾ യതീമുകളായിരുന്നു. അവർ പ്രസവത്തോടുകൂടി അവർ വിധവകളായിട്ടുണ്ട്. പണികൾ പൂർത്തിയാക്കാത്ത വീടുകൾ ഉണ്ടായിട്ടുണ്ട്. സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചവർ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളും പൊളിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ഓർത്തോളി എന്നുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇവിടെ നമ്മളൊന്നും കൊണ്ടുപോകില്ല. ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ട് ഇപ്പൊ നാളെ പെരുന്നാൾ ആകുമ്പോൾ നല്ല ഡ്രസ്സ് നമ്മളൊക്കെ എടുത്തിട്ടുണ്ടാവും. ഏറ്റവും സുന്നത ഇല്ലതിൽ ഏറ്റവും നല്ലതാണ്. പക്ഷെ ഇവിടുന്ന് പോകുമ്പോൾ എന്തേ കൊണ്ടാവാൻ പറ്റുള്ള നിങ്ങൾക്ക്? അതൊന്നും കൊണ്ടാവാൻ പറ്റൂല. ഇത് മാത്രം ഇല്ല, 3 കോറത്തുണി കഷ്ണങ്ങളല്ലാത്ത ഒന്നും നമുക്ക് കൊണ്ടുപോവാണ്ടാവില്ല. നമ്മുടെ ഏതൊന്ന് വിചാരിച്ചാലും നമ്മളെ കൂടെ ഉണ്ടാവില്ല, കുടുംബവും ആരും ഉണ്ടാവില്ല. പിന്നെന്തേ ഉണ്ടാവുള്ളൂ? ഖബറിലേക്ക് 3 കാര്യങ്ങൾ വരുന്നു പറഞ്ഞുകൊടുത്ത് അവന്റെ അമലുകളെ അയാൾക്ക് വരുള്ളൂ. അതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഖബർക്ക് ചെന്നു. ഭാര്യ ഫാത്തിമ മരിച്ചാരെയാണ് ചെല്ലുന്നത്. കുറെ ആൾക്കാരെ കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, യാ അഹ്ലൽ ഖുബൂർ, ഏ ഖബറാളികളെ, മൽ അഖ്ബാറു ഇൻദകും, എന്താ നിങ്ങൾക്ക് വർത്താനം, എന്താ സുഖല്ലേ? എല്ലാവരും ഉത്തരം പറയും വിചാരിച്ചിട്ടല്ല, സലാക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ചോദിക്കാണ്. കൂടെ എല്ലാ ആളുകൾക്ക് വേണ്ടി പറയാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാവരും മിണ്ടണില്ല. ഖബറിന് റിപ്ലൈ ചെയ്യോ? കുറച്ചേരം ഇങ്ങനെ മിണ്ടാന്നു, ആരും മിണ്ടാ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ ആരും മിണ്ടാത്തത്? എന്നാ നിങ്ങൾക്ക് അങ്ങോട്ട് കുറച്ച് പറയേണ്ടതാലി. ഇന്നംവാലക്കും കത് കുസ്സിമ, നിങ്ങളുടെ സമ്പത്തിത ഓഹരി വച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇണകൾ വിവാഹം ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വീടുകളിൽ ചിലർ താമസം തുടങ്ങിയിരിക്കുന്നു. ഇത് പറഞ്ഞാൽ ഇബ്നു അബീ ത്വാലിബ് കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലൗ റദ്ദൂ ലഖാലൂ ഇന്ന ഖൈറസ്സാദി തഖ്വാ, ആ ഖബറിൽ കിടക്കുന്നവർ എന്നോട് തിരിച്ചു പറയുമായിരുന്നില്ല. ഖാലൂ, ഖബറാളികൾ എന്നോട് പറയുമായിരുന്നു, അലി ഏറ്റവും നല്ല വിവമെന്നുള്ളത് തഖ്വയാണ് എന്നോട് പറയുമായിരുന്നു. റമളാനിൽ തഖ്വ ഉണ്ടാക്കാനാണ് എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അതുകൊണ്ടൊരു കവി പറഞ്ഞത്, തഖാസമല്ലഹുൽ മാലി ബഅദ മൻ സറഫു, ആൾക്കാരൊക്കെ പിരിഞ്ഞു പോയപ്പോ സ്വത്ത് ഓരി വെക്കൽ തുടങ്ങി. ആൾക്കാർ പോയിക്കോട്ടെ, തന്നെ നമുക്ക് ഓരി വെക്കാന്ന് പറഞ്ഞു. എന്റെ പാപങ്ങൾ എന്റെ മുതുകിൽ മാത്രമായി. അവൾ മറ്റൊരു ഇണയെ വിവാഹം ചെയ്തു. എന്റെ സമ്പത്ത് മറ്റുള്ളവർക്ക് കിട്ടി. അതുകൊണ്ട് ദുനിയാവ് പറ്റിക്കണ്ട. ദുനിയാവെന്ന് നേടിയെടുത്ത ആൾക്കാരൊക്കെ പോയതിനെ കുറിച്ചൊന്ന് ഓർത്തോന്നാണ്. വലിയ രാജാക്കന്മാരുടെ വസീയത്തുണ്ടായിരുന്നല്ലോ, പോകുമ്പോ കൈ പുറത്ത് കിട്ടു പോവണമെന്ന്, ഒന്നും കൊണ്ടേയിട്ടില്ലാന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സമയായ പോകും. സമയായ പോകും. ആ സമയായ പോകേണ്ടി വരും, സംശയമൊന്നുമില്ല, ഉറപ്പാണ്. ആ ഉറപ്പുണ്ടാകുമ്പോൾ ഈ റമദാൻ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നാണ് ചിന്തിക്കേണ്ടത്. ഇനിയുള്ളത് എണ്ണിച്ചുട്ട മണിക്കൂറുകളാണ്. റമദാൻ അവസാനിപ്പിക്കാൻ മഗ്‌രിബിന്റെ ടൈം എപ്പോഴാ നോക്കി, അതിന്റെ 1 മിനിറ്റ് അപ്പുറത്തേക്ക് പോകില്ല. അതോടുകൂടി ഈ റമദാൻ അവിടെ തീരും. അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാവുമോ, നിങ്ങൾ ഉണ്ടാകുമോ, ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും പറയാനൊന്നും ഒരു ഐഡിയ നമ്മൾക്ക് ആർക്കുമില്ല. അതുകൊണ്ട് ഇനിയുള്ള സമയത്ത് പരമാവധി ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നങ്ങട്ട് ഉറപ്പിക്കേണ്ട സമയമാണ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് സമയം ഓടി നടന്നിട്ട് അത് റെഡിയാന്നൊക്കെ ചോദിക്കൂലേ, ഒരു ഫൈനൽ ടച്ചപ്പ് നടത്തേണ്ട സമയമാണ് എന്ന് മനസ്സിലാക്കി കൂടുതൽ അള്ളാഹുലേക്ക് മടങ്ങുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധ റമദാൻ വിടവാങ്ങാനിരിക്കുകയാണ്. അതിനിടയിൽ റബ്ബിനെ കണ്ടുമുട്ടിയവരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുന്ന ഘട്ടം.
മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓരോ പ്രഭാതവും വൈകുന്നേരവും പറയുന്നുണ്ട്, മനുഷ്യ, ഞാൻ നിനക്ക് പുതിയതാണ്, ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല എന്ന്. ഈ ഒരു വർഷത്തെ റമദാൻ തിരിച്ചു വരില്ല. നാട്ടിലുള്ളവർക്ക് പെരുന്നാളിൽ നമുക്കിന്ന് പുതിയ ഒരു ദിനം, ഒരു റമദാനിന്റെ 30ാമത്തെ ദിനം കൂടി കിട്ടിയത് നന്മയായി ഉപയോഗപ്പെടുത്താനാണ് നമ്മുടെ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടത്. ഒരു 3-4 മണിക്കൂർ കൂടി തിരക്ക് കൂട്ടാതെ റമദാനിന്റെ നന്മകളിൽ നമുക്ക് ഉണ്ടായിരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പെരുന്നാളിന് പ്രത്യേകിച്ചുള്ള സുന്നത്തുകളൊക്കെ നമുക്കറിയാം. ആ സുന്നത്തുകളൊക്കെ പാലിച്ച് കുടുംബത്തെയും കൂട്ടി, കുറഞ്ഞ സമയമാണ് ചെറിയ പെരുന്നാളിന് തക്ബീർ ചൊല്ലാൻ ഉണ്ടാവുക, വലിയ പെരുന്നാളിന് കുറച്ചധികം ഉണ്ടാകും. പെരുന്നാൾ നിസ്കാരം വരെയാണ് ചെറിയ പെരുന്നാളിന് തക്ബീറുകളോടുകൂടി വലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകുന്ന തക്ബീർ ചൊല്ലലാണ് യഥാർത്ഥത്തിൽ പെരുന്നാൾ. ഇന്ന് പലപ്പോഴും പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കലും സ്റ്റിക്കർ ഇടലും മാത്രമായിട്ടുണ്ട്. പകരം തക്ബീർ ചൊല്ലലാണ് പെരുന്നാൾ എന്ന് മനസ്സിലാക്കി ധാരാളമായി തക്ബീറുകൾ മഗ്‌രിബിന് ശേഷം തുടങ്ങി പെരുന്നാൾ നമസ്കാരം വരെ ധാരാളമായി തക്ബീറുകൾ ചൊല്ലി ഈദ്ഗാഹിലേക്ക് നേരത്തെ എത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. 30-നായിരിക്കും നമ്മുടെ ഈദ് നമസ്കാരം. പരമാവധി നേരത്തെ എത്തുക, എല്ലാ പുണ്യങ്ങളിലും ഉണ്ടാവുക, നമ്മുടെ സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടുമൊക്കെ അറിയിക്കുക. ഈ റമദാനിന്റെ അവസാന സമയങ്ങളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുക. കഴിഞ്ഞു പോയ സമയത്തെക്കുറിച്ചൊരു അവലോകനം നടത്താനും വരുന്ന സമയത്തെക്കുറിച്ച് വരുന്ന ബാക്കിയുള്ള സമയത്തിൽ പരമാവധി അതിലെ ന്യൂനതകൾ പരിഹരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഈ പരിശുദ്ധ റമദാനിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റമദാനിൽ നരകത്തിൽ മോചനം നേടപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ്ഗത്തിൽ പോകുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ ഉഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത് തവഫനാ മുസ്ലിമീൻ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.